തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മുണ്ടത്തിക്കോട് ഗ്രാമത്തിലെ കട്ടക്കുളം പ്രദേശത്ത് വെടിമരുന്ന് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക്, അതായത് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടവരുടെ ആശ്രിതർ, അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധനയിൽ കണ്ടെത്തിയവരുടെ ആശ്രിതർ എന്നിവർക്ക് എല്ലാവർക്കും 14 ലക്ഷം രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു. ഓരോ വകുപ്പിന് കീഴിലും പ്രവർത്തിക്കുന്ന വിവിധ ബോർഡ് കോർപ്പറേഷനുകളിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിതരായി ഇപ്പോഴും തുടർന്നു വരുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരെ തൽസ്ഥാനത്ത് നിന്നും നിയമാനുസൃതമായി മാറ്റുന്നതിന് സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്രകാരം വരുന്ന ഒഴിവുകളിൽ നിയമാനുസൃതം പുതിയ നിയമനങ്ങൾ നടത്തും. അന്തരിച്ച നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി ശ്രീമതി മഞ്ജുഷയുടെ നിവേദനം പരിഗണിച്ച് കണ്ണൂർ ജില്ലാ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണകാരണത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾ കുമാരി നിരഞ്ജന നായർക്ക് പ്രത്യേക കേസായി പരിഗണിച്ച് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ തീരപ്രദേശത്തെ കടലിൽ 2026 ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പിന്നെ ഇന്ന് സഭയിൽ വച്ച വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും, സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെൻ്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിൻ്റെ GSTPയുടെ 35.5%. ഇപ്പോൾ ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളതുകൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2-ഉം ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81-ആണ്. അപ്പോൾ കേരളത്തിൻ്റേത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിൻ്റെ പലിശ ചെലവ് വരുമാന ചെലവിൻ്റെ മൊത്തമുള്ള വരുമാനത്തിൻ്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. വികസന ചെലവ് ആകെ ചെലവിൻ്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിൻ്റെ? അപ്പോൾ കൂടുതൽ പൈസ ചിലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, മറ്റേ മനസ്സിലായ പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റത് നേരെ വേണ്ട 39.9 നമ്മുടെ ആകുമ്പോൾ 63.5 അവർ വികസന കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSTPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിൻ്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. പിന്നെ